ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മസിനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. അത് നടക്കാതെ പോയതിൻ്റെ വിഷമത്തിലിരിക്കുമ്പോഴാണ് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിൽ നിന്നും മസിനഗുഡിയിലേക്കൊരു ജീപ്പ് സഫാരി ഉണ്ടെന്നറിഞ്ഞത്. പിന്നെ റേറ്റ് കൂടുതലാണോ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്നൊന്നും നോക്കിയില്ല. വേഗം തന്നെ ഞങ്ങളത് ബുക്ക് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഊട്ടി ടു മസിനഗുഡിയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതായിരുന്നു കേട്ടോ ഞങ്ങൾ താമസിച്ചിരുന്ന റിസോർട്ട്. ഇതിനെക്കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. രാവിലെയും വൈകുന്നേരവുമാണ് ജീപ്പ് സഫാരി ഉള്ളത്. ഞങ്ങൾ ഈവനിങ്ങിലേക്കുള്ള സഫാരിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് റിസോർട്ടിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക. യാത്ര തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങളെ കൊണ്ടൊരു ഫോം ഫില്ല് ചെയ്യിക്കുന്നുണ്ട്. യാത്ര ചെയ്യുന്ന ഓരോരുത്തരുടെയും പേരും ഡീറ്റെയിൽസും ഒക്കെ എഴുതി ഒപ്പിടിയൊക്കെയാണ്. അതിനൊപ്പം തന്നെ യാത്ര ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. എന്ത് സംഭവിച്ചാലും അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പോകുന്ന വണ്ടിക്ക് എന്ത് സംഭവിച്ചാലും അതും ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ വായിച്ച് സൈൻ ചെയ്ത് കൊടുത്ത ശേഷമാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഫോമൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഷോക്കായി. പിന്നെ ഞങ്ങൾക്ക് ഡ്രൈവറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് മലയാളിയായിട്ടുള്ളൊരു ചേട്ടനായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. യാത്ര തുടങ്ങിയ ശേഷമാണ് ശരിക്കും ഞങ്ങൾ മനസ്സിലാക്കുന്നത് എത്ര അപകടം പിടിച്ചൊരു വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നതെന്നുള്ളത്. ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഉച്ചയ്ക്ക് 2 മണി മുതൽ 7:30 വരെയാണ്. രാത്രി 7:30യോടുകൂടി ഞങ്ങൾ റിസോർട്ടിൽ തിരിച്ചെത്തും. ഇനി ഈ ഒരു സമയത്തിനുള്ളിൽ ഞങ്ങൾ തിരിച്ചെത്തിയില്ല, ഞങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ റിസോർട്ടുകാർ ഉടനെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യും. തലൈക്കുണ്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഊട്ടിയിൽ മുന്നേ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം, പൈൻ ഫോറസ്റ്റ്, ഷൂട്ടിംഗ് പോയിന്റ് അങ്ങോട്ടേക്കൊക്കെ പോകുന്നത് ഇതുവഴിയാണ്. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഓട്ടോയും ബസ്സും ഒക്കെ പോകുന്നത്. അതുവഴിയാണ് പൈൻ ഫോറസ്റ്റിലേക്കൊക്കെ പോവുക. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ടത് അങ്ങോട്ടേക്കല്ല. ഇവിടുന്ന് നേരെ ഒരു വഴിയുണ്ട്, അതുവഴിയാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റും ചെക്കിങ്ങും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ലോക്കൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള വണ്ടികളിൽ മാത്രമേ ആ റോഡിലേക്ക് കടത്തി വിടത്തുള്ളൂ. അതാണ് ഇവിടുന്ന് വൺ വേ ആണെന്ന് എപ്പോഴും പറയാം. അതിനുള്ള കാരണം എന്താണെന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. യാത്ര തുടങ്ങിയിട്ട് ഞങ്ങൾ ആദ്യം കണ്ട കാഴ്ച ഇതായിരുന്നു. മസിനഗുഡിയിൽ നിന്നും ഊട്ടിയിലേക്ക് വന്നൊരു വണ്ടിയാണ്. മൊത്തം കത്തിക്കരിഞ്ഞൊരു നിലയിലായിരുന്നു. പക്ഷേ യാത്രക്കാരൊക്കെ രക്ഷപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 36 ഹെയർ പിൻ ബെൻഡുകൾ ഇറങ്ങിയിട്ടാണ് ഊട്ടിയിൽ നിന്നും മസിനഗുഡിയിലേക്ക് പോവുക. ഇവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കൃഷിത്തോട്ടങ്ങളാണ് കേട്ടോ. വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് അങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യുന്നതൊക്കെ കണ്ടിങ്ങനെ നമുക്ക് പോകാം. ഇടയ്ക്ക് ഓരോ സ്ഥലങ്ങളിലൊക്കെ വണ്ടി നിർത്തിയിട്ട് ഓരോ സ്ഥലങ്ങളും ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. യൂക്കാലിപ്സിൻ്റെ ഒരു തണ്ടാണ് കേട്ടോ എൻ്റെ ഇരിക്കുന്നത്. ലോങ് വ്യൂവിൽ കാണുന്നത് കൽഹാട്ടി വാട്ടർഫോൾ ആണ്. കുറച്ച് സമയം ഇവിടെ വണ്ടി നിർത്തി വീഡിയോ ഒക്കെ എടുത്തു. ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഊട്ടിയിൽ നിന്നും മസിനഗുഡിയിലേക്ക് പോയ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ വണ്ടി അപകടത്തിൽപ്പെടുകയും അവരൊക്കെ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 3-4 ദിവസം കഴിഞ്ഞിട്ടും അവർ താമസിച്ചിരുന്ന റിസോർട്ടിലേക്ക് അവർ തിരിച്ചെത്താതായപ്പോൾ റിസോർട്ടുകാർ പോലീസിൽ ഇൻഫോം ചെയ്തിട്ടാണ് ഇങ്ങനൊരു അപകടം നടന്നതായിട്ട് പോലും അറിയുന്നത്. അതിനൊക്കെ ശേഷമാണ് ഇതുവഴി നമ്മൾ ടൂറിസ്റ്റായിട്ട് എത്തുന്ന ആളുകളുടെ വണ്ടിയിൽ ഊട്ടിയിൽ നിന്നും മസിനഗുഡിയിലേക്ക് വിടാത്തതെന്നാണ് അറിഞ്ഞത്. ഈ കാണുന്നത് ഒരു വാച്ച് ടവർ ആണ്. പണ്ടൊക്കെ ഇവിടെ ആളുകളൊക്കെ വന്ന് ഇറങ്ങി കാഴ്ചകളൊക്കെ കാണുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള അനുവാദമൊന്നുമില്ല. ഇവിടെ നടന്നിട്ടുള്ള ആക്സിഡന്റിൻ്റെയൊക്കെ ഒരു ലിസ്റ്റാണ് ഈ കൊടുത്തിട്ടുള്ളത്. മുതുമലൈ ടൈഗർ റിസർവിലൂടെയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മലയൊക്കെ ഇറങ്ങി കാട്ടിലെത്തിയിട്ടുണ്ട്. നല്ല പച്ചപ്പും നിറയെ മൃഗങ്ങളും ഒക്കെ ഉള്ള കാട് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ വന്നത്. പക്ഷെ ഞങ്ങൾ വന്ന സമയത്ത് നല്ല ഉണങ്ങിയ അവസ്ഥയിലായിരുന്നു കാടുണ്ടായിരുന്നത്. എന്നാലും കാട്ടിലൂടെയുള്ളൊരു യാത്ര അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയായിരുന്നു കേട്ടോ. അതും ഇത്ര നല്ലൊരു റോഡിലൂടെയുള്ളൊരു യാത്രയും. ടൈഗറിനെ ഒന്നും കാണാൻ പറ്റില്ല, എന്നാലും ആന ഉൾപ്പെടെയുള്ള ആനിമൽ സൈറ്റിംഗ് ഒക്കെ കിട്ടുമെന്ന് റിസോർട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടിയ ശേഷമാണ് ഞങ്ങൾ യാത്ര ബുക്ക് ചെയ്തത്. കാട്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ ആനിമൽ സൈറ്റിംഗ് ഒരു ഒറ്റയാൻ തന്നെയായിരുന്നു കേട്ടോ. ഇവിടെ വെള്ളം കുടിക്കാനായിട്ട് കുറച്ച് പക്ഷികളൊക്കെ വന്നിരിപ്പുണ്ട്. അതൊക്കെ ദേശാടന കിളികളാണെന്ന് പറഞ്ഞ് ഞങ്ങളെ കാണിക്കാനായിട്ട് വണ്ടി നിർത്തിയപ്പോഴാണ് ആനയെ സ്പോട്ട് ചെയ്തത്.
നമ്മൾ നേരിട്ട് കാണുമ്പോൾ ആന വളരെ അടുത്താണ്, നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാം. പക്ഷേ ഫോണിൽ നമുക്ക് സൂം ചെയ്തെടുക്കുമ്പോൾ വളരെ ദൂരെയായിട്ട് തോന്നും. അപ്പോൾ ഞങ്ങൾ ഡ്രൈവർ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ നിന്നല്ല, കുറച്ചുകൂടി അടുത്ത് നിന്ന് ആനയെ കാണുന്നിടത്തേക്ക് കൊണ്ടുപോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ വണ്ടി തിരിച്ച് ആനയെ കാണാനായിട്ട് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ല അടുത്താണ് കേട്ടോ ആനയെ കാണുന്നത്. കുറച്ചൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ആന നല്ല ചെവിയൊക്കെ ആട്ടി നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആനയെ കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ യാത്ര തിരിച്ചു. നല്ല കാടാണെങ്കിലും ഫോറസ്റ്റുകാർ നിൽക്കുന്നതും അവരുടെ വണ്ടിയൊക്കെ പോകുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. റിസോർട്ടിൽ നിന്നും ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ മസനഗുഡി ടൗണിൽ എത്തുന്നത്. മസനഗുഡി ടൗണിൽ വന്നാൽ നമുക്ക് 3 സ്ഥലത്തേക്കാണ് പോകാൻ പറ്റുക. നേരെ പോയാൽ തെപ്പക്കാട്, റൈറ്റ് സൈഡിലേക്ക് പോയാൽ മോയാർ, ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ സിംഗൂർ അല്ലെങ്കിൽ സിംഗാർ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ മസനഗുഡി ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞിട്ട് സിംഗൂർ അല്ലെങ്കിൽ സിംഗാര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ആദ്യം പോകുന്നത്. ഇവിടുന്ന് ഒരു 7.5 കിലോമീറ്റർ, ഏകദേശം 10-20 മിനിറ്റോളം യാത്രയാണ് ചെയ്യുന്നത്. നമുക്ക് ലാസ്റ്റ് ചെല്ലാൻ പറ്റുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് ഒരു പവർ സ്റ്റേഷനാണ്. ഈ ഒരു ചെറിയ ടൗൺ വിട്ട് കഴിഞ്ഞാൽ റോഡ് വിജനമാണ്. ശരിക്കും ഒരു വരണ്ട കാട് തന്നെയാണ്. മരങ്ങളെല്ലാം ഉണങ്ങി ഇലകളൊന്നും ഇല്ലാതെ പലതും നിൽക്കുന്നതായിട്ട് ഇങ്ങനെ കാണാം. ഈ വഴി പോയിട്ട് ഒത്തിരി മൃഗങ്ങളെ ഒന്നും ഞങ്ങൾക്ക് കാണാനൊന്നും കഴിഞ്ഞില്ല. പക്ഷെ അവിടുന്ന് തിരിച്ച് മസനഗുഡിയിലേക്കുള്ള യാത്രയിൽ ഒരു ഇടവഴിയിലേക്ക് കയറി കുറച്ച് ദൂരം പോയിട്ടുണ്ടായിരുന്നു. ആ റോഡ് കുറച്ച് ഭയാനകമായിട്ട് തന്നെ എനിക്ക് തോന്നി. അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇത്രയും വീതിയുള്ള റോഡോ ഇതേപോലെ നല്ലൊരു റോഡൊന്നും ആയിരുന്നില്ല. കാടും ഇതുപോലെ ആയിരുന്നില്ല. തീരെ ഇടുങ്ങിയ എന്നാൽ നിറയെ കുണ്ടും കുഴികളൊക്കെ ഉള്ള റോഡായിരുന്നു. നല്ല പച്ചപ്പുള്ള, നല്ല മരങ്ങളെല്ലാം നല്ല തിക്കായിട്ട് നിൽക്കുന്ന മരങ്ങളായിരുന്നു. ഇതേപോലെ നല്ല വെയിലൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. നിറയെ ഇരുട്ട് തോന്നിപ്പിക്കുന്ന, നിറയെ നല്ല പേടി തോന്നുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അവിടുന്ന് കുറച്ച് ദൂരം പോയിട്ടാണ് തിരിച്ച് മസനഗുഡിയിലേക്ക് എത്തിയത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് മസനഗുഡി ടൗണിലെത്തി. ഇവിടെ വന്ന് ഒരു ചായയൊക്കെ കുടിച്ചു, കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തു. ഇത് കഴിഞ്ഞ് നമ്മൾ യാത്ര ചെയ്യുന്നത് മോയാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. അവിടെയായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആനിമൽ സൈറ്റിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. മോയാർ റൂട്ടിലെ ഞങ്ങളുടെ ഫസ്റ്റ് സൈറ്റിംഗ് ലങ്കൂർ ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ലങ്കൂറും മാനും മയിലും ഒക്കെ നിറയെ കാണാൻ കഴിയും. ഇവിടെ ഒരാൾ എൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് തന്നെ നിൽക്കുവാണ്. സാമ്പാർ ഡിയർ ആണ്. നമ്മുടെ സാമ്പാറിന്റെ കളറിനോട് സാമ്യം ഉള്ളത് കൊണ്ടാണ് ഇതിനെ സാമ്പാർ ഡിയർ എന്ന് വിളിക്കുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. ഇനി അങ്ങോട്ട് നമ്മുടെ ഫോണിന്റെ ക്യാമറ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റാത്ത രീതിയിൽ റോഡിന്റെ 2 സൈഡിലായിട്ട് നിറയെ ആനിമൽ സൈറ്റിങ്സ് ഉണ്ട്. എന്നാൽ ഞങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റാതെ പോയ കാട്ടുകോഴിയും മലയണ്ണാനും ഒക്കെ ഈ കൂട്ടത്തിലുണ്ട്. ഒരു സാമ്പാർ ഡിയറും കുഞ്ഞുമാണ് കേട്ടോ നിൽക്കുന്നത്. റോഡിന്റെ ഈ സൈഡിലൊക്കെ നിൽക്കുന്ന കൂട്ടങ്ങളല്ലാതെ ഉള്ളിലേക്കും ഒത്തിരി മൃഗങ്ങളൊക്കെ നിൽപ്പുണ്ട്. ഒരു തവണയെങ്കിലും ഇങ്ങോട്ട് വരുവാണെങ്കിൽ മോയാർ എന്ന് പറഞ്ഞ സ്ഥലം ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ വഴി വരുമ്പോൾ ഒരു 10 കിലോമീറ്റർ ആണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഏകദേശം 20 മിനിറ്റോളം യാത്ര. അതിൽ കൂടുതൽ നമുക്ക് പോകാൻ കഴിയില്ല. മൃഗങ്ങളെ കണ്ട് വണ്ടി അങ്ങനെ നിർത്താനോ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാനോ ഒന്നും കഴിയില്ല. ഇത് മോയാർ ഡാം ആണ്. ഇവിടെ വരെയാണ് നമുക്ക് ജീപ്പ് സഫാരി അനുവദിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ലോക്കൽ ബസ്സിലൊക്കെ വരുന്നവർക്ക് ഇവിടുന്ന് കുറച്ചുകൂടി ദൂരം മുന്നോട്ടേക്ക് പോകാം. ഗ്രാമങ്ങളിലേക്കൊക്കെ പോയി യാത്ര ചെയ്തിട്ടൊക്കെ തിരിച്ചു വരാം. ജീപ്പ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ഏകദേശം ഒരു 10-20 മിനിറ്റോളം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു. നല്ല വെയിലുണ്ടെങ്കിലും അത്ര ചൂടൊന്നും അറിഞ്ഞില്ല. നല്ലൊരു കാലാവസ്ഥയായിരുന്നു. കാട്ടുകീരിയാണ് കേട്ടോ ഞങ്ങളെ വണ്ടിക്ക് മുന്നിലൂടെ ക്രോസ് ചെയ്ത് പോയത്. അങ്ങനെ ഞങ്ങൾ മോയാറിന്ന്
തിരിച്ച് മസനഗുഡിയിലേക്ക് പോവുകയാണ്. തിരിച്ചുള്ള യാത്രയിലും നിറയെ മൃഗങ്ങളെയൊക്കെ കണ്ടു തന്നെയാണ് പോകുന്നത്. ഇനി മസനഗുഡി ചെന്നിട്ട് അവിടുന്ന് തെപ്പക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ വീണ്ടും മസനഗുഡി ടൗണിലെത്തി. ഇനി നമുക്ക് തെപ്പക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം. ഇവിടുന്ന് ഒരു 10-20 മിനിറ്റ് യാത്ര ഉണ്ടാവും തോന്നുന്നു. ഇവിടെയും മരങ്ങളൊക്കെ ഇലപൊഴിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. എന്നാലും മൃഗങ്ങളെ ഒന്നും കാണുന്നതിൽ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. നിറയെ മാനും മയിലും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. മുന്നേ പോയ സ്ഥലങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി പച്ചപ്പ് ഇവിടെ ഉള്ളതായിട്ടാണ് തോന്നിയത്. ഞങ്ങളുടെ ലാസ്റ്റ് സ്പോട്ട് ഇതായിരുന്നു, തെപ്പക്കാട് എലിഫന്റ് ക്യാമ്പ്. അവിടെ വാതിലിൽ കുറച്ച് തിരക്ക് കാണാം. അവിടെ തന്നെയാണ് ടിക്കറ്റിന്റെ എമൗണ്ട് പറയുന്നതും പൈസ കൊടുക്കുന്നതും ടിക്കറ്റ് വാങ്ങുന്നതും ഒക്കെ. അത് കഴിഞ്ഞ് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. കുറച്ച് ദൂരെയായിട്ട് നിറയെ മയിലുകളൊക്കെ നിൽക്കുന്നത് കാണാം. ഇടയ്ക്ക് മയില് പീലി വിരിച്ച് ആടുന്നതൊക്കെ കണ്ടിട്ട് 1-2 ഫോറിനേഴ്സ് ഫോട്ടോ എടുക്കാനൊക്കെ പോകുന്നുണ്ടായിരുന്നു. അവിടെ ഒരാൾ നിന്നിട്ട് എന്തൊക്കെയോ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് എന്താണെന്നൊന്നും ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. ഇവിടുത്തെ ആനകളെ കുറിച്ചും ആനകളെ നോക്കുന്ന രീതിയെക്കുറിച്ചും ഒക്കെ ആയിരിക്കും അനൗൺസ് ചെയ്തിട്ടുണ്ടാവുക. വൈകുന്നേരമാണ്. കുറച്ചു നേരം കൂടി ഇവിടെ ഇങ്ങനെ നിൽക്കാനൊക്കെ തോന്നും. പക്ഷെ ഇവിടെ ഇങ്ങനെ നിന്നാൽ നമുക്ക് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആവും. ഇരുട്ട് വീണ് തുടങ്ങും. അപ്പം അതിനു മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. 7,500+ ടാക്സ് ആയിരുന്നു ഞങ്ങൾ ഈ ഒരു ജീപ്പ് സഫാരിക്ക് വേണ്ടി പേ ചെയ്തിരുന്നത്. ഞങ്ങൾ താമസിച്ചിരുന്ന റിസോർട്ടിൽ നിന്നും അറേഞ്ച് ചെയ്തിരുന്ന വണ്ടിയാണെങ്കിലും ഇത് റിസോർട്ടിന്റെ സ്വന്തം വണ്ടിയും ഡ്രൈവറൊന്നും ആയിരുന്നില്ല. മലപ്പുറത്തു നിന്നൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഗൂഡല്ലൂർ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് വരാൻ കുറച്ച് എളുപ്പമായിരിക്കും. പക്ഷേ കേരളത്തിന്റെ തെക്ക് ഭാഗത്തു നിന്ന് വരുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്, കോയമ്പത്തൂർ വഴി ഊട്ടിയിൽ വന്നിട്ട് ഇതേപോലൊരു ജീപ്പ് സഫാരിയൊക്കെ എടുത്തിട്ട് വന്ന് കാടൊക്കെ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ. ഊട്ടി ടു മസനഗുഡി യാത്ര എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് കരുതുന്നു. മുന്നേ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ബൈ.